നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. നമസ്കാരം. വെട്ടം ന്യൂസ് ക്യാപ്സുലേക്ക് സ്വാഗതം. മന്ദാരം ലിറ്ററേച്ചർ ഓഫ് ലവ് കാവ്യ പുരസ്കാരം 2026 പ്രഖ്യാപിച്ചു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി 30 യുവ സാഹിത്യ പ്രതിഭകളെയാണ് ഇത്തവണ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓഗസ്റ്റ് 23 പാലക്കാട് തസ്രാക്കിൽ നടക്കുന്ന സാഹിത്യ സംഗമത്തിൽ വിജയികൾക്ക് ബഹുമതി പത്രവും ആദരവും സമ്മാനിക്കും. മന്ദാരം പബ്ലിക്കേഷൻസ് ഓരോ വർഷങ്ങളിലായി നമ്മൾ സാഹിത്യ പുരസ്കാരവും കാവ്യ പുരസ്കാരവും പ്രഖ്യാപിക്കാറുണ്ട്. അത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി 14 ജില്ലകളിൽ നിന്നായി അവരുടെ സാഹിത്യ സർഗ സൃഷ്ടികളെ പരിഗണിച്ചുകൊണ്ട് ജഡ്ജ്മെൻറ്റിലൂടെ മികച്ച രചനകളെ തിരഞ്ഞെടുത്ത് അവർക്ക് കാവ്യ പുരസ്കാരങ്ങളും സാഹിത്യ പുരസ്കാരങ്ങളും നൽകുകയാണ് സാധാരണ മന്ദാരം പബ്ലിക്കേഷൻ ചെയ്തു വരാറുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം കോഴിക്കോട് വെച്ച് നമ്മൾ സാഹിത്യ പുരസ്കാരം നിർവഹിച്ചു. 2024 KP രാമനുണ്ണി സാറ് അതുപോലെ മറ്റു വിശിഷ്ട പ്രമുഖരും ചേർന്ന് നമ്മൾ കോഴിക്കോട് വെച്ച് 2024 കാവ്യ പുരസ്കാരം ചെയ്തു. 2023 കോഴിക്കോട് മാതൃഭൂമിയിൽ വെച്ചിട്ട് നമ്മൾ സാഹിത്യ പുരസ്കാരം ചെയ്തു. ഇതിപ്പോൾ നമ്മൾ ഈ വർഷം 2026 കാവ്യ പുരസ്കാരമാണ് പ്രഖ്യാപിക്കുന്നത്. പ്രമുഖ കഥാകൃത്ത് വൈശാഖൻ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും എഴുത്തുകാരനുമായ KS വെങ്കിടാചലം, ചലച്ചിത്ര സംവിധായകൻ KB മധു, ചലച്ചിത്ര താരം രമാദേവി, ലോക കേരള സഭാ അംഗം PK ബഷീർ സലാല എന്നിവർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. മന്ദാരം ചെയ്യുന്നത് ലിറ്ററേച്ചർ ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ സാഹിത്യം സ്നേഹത്തിനുള്ളതാണ്. അല്ലാണ്ട് എന്തെങ്കിലും വർഗീയത പരത്താനോ അല്ലെങ്കിൽ ചീത്തക്കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ആവരുതെന്നുള്ള വലിയൊരു നിർബന്ധം മന്ദാരത്തിനുണ്ട്. പുതിയ ആൾക്കാരെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുക, അതിനുള്ള സഹായങ്ങൾ ചെയ്യുക എന്നതാണ് മന്ദാരം കഴിഞ്ഞ വർഷങ്ങളിലേക്കായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ നിസ്വാർത്ഥ സേവനം എന്നൊക്കെ നമുക്ക് പറയാം. ഇത്തവണത്തെ മന്ദാരം ലിറ്ററേച്ചർ ലവ് കാവ്യ പുരസ്കാരം 2026 ആദ്യം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ലീന രാമചന്ദ്രൻ, സുഭദ്ര, സുമം MS, പത്തനംതിട്ട ആതിര അരുൺ, ആലപ്പുഴയിൽ നിന്ന് സിമി R, കോട്ടയത്ത് നിന്ന് പ്രേംകുമാർ ചുങ്കത്ത്, ഡോക്ടർ ബിന്ദു AC, സുരേഷ് കിടങ്ങൂർ. മലപ്പുറം ജില്ലയിൽ നിന്ന് നിഷ ഫിറോസ്, നൌഫൽ മുതുവാടൻ, സിന്ധു പ്രശാന്ത്, ഷിജു P അരുൺ, ലൈല സക്കീർ എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്. ചടങ്ങിൽ കവി AT അബൂബക്കർ രചിച്ച ലാസ്റ്റ് പെഗ് ഉൾപ്പെടെ 3 സാഹിത്യകൃതികളുടെ പ്രകാശനവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ മന്ദാരം പബ്ലിക്കേഷൻസ് നിലകൊള്ളുന്നത് തന്നെ ലിറ്ററേച്ചർ ഓഫ് ലവ് എന്ന ആ ഒരു തത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ്. വളർന്നു വരുന്ന യുവതലമുറയെ കൂടുതൽ വായനാശീലമുള്ളവരാക്കുവാനും തങ്ങളുടെ പ്രതിഭ പ്രകടിപ്പിക്കാനുള്ള വേദിയാക്കി മാറ്റാനും മന്ദാരം എന്നും മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പുരസ്കാര പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ മന്ദാരത്തിന്റെ 3 പുതിയ സാഹിത്യകൃതികളുടെ കവർ പേജും പ്രകാശനം ചെയ്തു. മന്ദാരം ഡയറക്ടറും ചീഫ് എഡിറ്ററുമായ റഷീദ് വെന്നിയൂർ, എഴുത്തുകാരൻ KS വെങ്കിടാചലം, കവി AT അബൂബക്കർ, മന്ദാരം ബ്രാൻഡ് അംബാസിഡർ രമാദേവി, കവിയത്രി ഷീന മനോജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരൂർ. നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.